പിന്നീണ്ടല്ലോ അതിൽ അവസാനം പ്രണവ് മോഹൻലാൽ ഹലോ മദ്രാസിലായോണ്ടാണോ എന്നറിയില്ല കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് ഗൈസ് മദ്രാസായി ഹാ ചെങ്കണ്ണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില ടൈപ്പ് ഓഫ് അലവലാതി പടാർക്കാലമനായിട്ടുള്ള ചില സുഹൃത്തുക്കളെ കുറിച്ച് പറയാനാണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് വിചാരിക്കും, നമ്മൾ ആ സിനിമ കാണുന്നതിന് മുന്നേ ഈ അലവലാദികൾ ആ പടം കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് വന്നിട്ട് അതിൽ എല്ലാ സ്പോയിലേഴ്സും പറയും. ഓക്കെ, ഈ സ്പോയിലേഴ്സ് പറയുന്ന ആൾക്കാരെ സഹിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇതിനേക്കാൾ കൂടിയ അലവലാദികൾ വേറെ ഉണ്ട്. അത് ഏത് ടൈപ്പാണെന്ന് അറിയോ? ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലൂസിഫർ കാണാൻ പോയി. ലൂസിഫർ കാണുന്നതിന് മുന്നേ ഇവർ എന്നോട് പറഞ്ഞു, ആ, ലൂസിഫറിലുണ്ടല്ലോ പൃഥ്വിരാജാണ് കേട്ടോ വില്ലൻ, ഇവരാണ് ലാലേട്ടൻ്റെ ഒപ്പം നിന്നിട്ട് ലാലേട്ടനെ ചതിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, പുള്ളിക്കാരൻ ലാലേട്ടനെ ചതിക്കുന്ന കഥാപാത്രം. അപ്പോൾ പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിലെന്ന് കളിക്കണ്ട, നീ ചതിക്കാൻ പോയല്ലേ ആ സാധനമാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ മൂവി എൻ്റെ മനസ്സിൽ പൃഥ്വിരാജ് ചതിയനാണ്. ആ മൂവി അവസാനിക്കുന്ന സമയം മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഓക്കേ, നോ ചതിയൻ, എനിക്കാണ് ചതി കിട്ടി, എന്നെയാണ് ചതിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഡൈസറെ കാണാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, അതിലുണ്ടല്ലോ പ്രണവ് മോഹൻലാൽ ലാസ്റ്റ് തട്ടിപ്പോവല്ലോ, മെച്ചിപ്പോവല്ലോ. അപ്പൊ ഞാൻ ആ തള്ള പ്രണവിനെ അടിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ കഴിഞ്ഞു, പടം കഴിയും, എന്താ അങ്ങനെ പ്രണവും ചെയ്തു. അപ്പൊ പ്രണവും മരിച്ചില്ല. അപ്പൊ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാല് ഇതിലാകെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സിനിമയ്ക്ക് പോകുന്ന കാര്യം ഇവരോട് പറയാതിരിക്കുക, ഈ അലവലാദികളോട് പറയാതിരിക്കുക. രണ്ട്, ഈ അലവലാദികൾ ആ സിനിമ കാണുന്നതിന് മുന്നേ നമ്മൾ സിനിമ കാണണം. അല്ലാതെ ഇതിനൊരു പരിഹാരം ഇല്ല. ഓക്കെ, ബൈ.